ഇവരന്തം വിട്ടിക്കാണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം ഇതിലേതാ അരമണിക്കൂർ വോട്ടിംഗ് ആണ്. അപ്പം 100 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് പപ്പ അറിയാൻ പോകുന്നത് ഇത് ആരാ ഇട്ടത് എന്നുള്ളത്. ഓക്കെ റെഡി 1 2 3. ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ഓണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണപ്പൂക്കളം മത്സരമാണ് ഗൈസ്. അപ്പം ഇതൊരു മത്സരമാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ടീം, അവർ രണ്ടുപേരും ഒരു ടീം, അങ്ങനെയാണ്. അപ്പം ഇതിന് മത്സരിച്ച് ജയിക്കണവർക്ക് സമ്മാനമുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനും ആദിമോനും ടീമാണ്. ഞങ്ങൾ രണ്ട് ടീമായിട്ടാണ് ഫ്രണ്ട്സ് കളിക്കുന്നത്. അപ്പം 2 അത്തപ്പൂ നമുക്ക് ഫസ്റ്റത്തെ 10 മിനിറ്റ് നമുക്ക് ഡിസൈൻ നോക്കാനുള്ളതുണ്ട്, പൂവിന്റെ ഡിസൈന്. അപ്പം ഞങ്ങൾ പൂവൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിലാണ് മത്സരം നടക്കുന്നത്. തുടങ്ങിയാലോ ഫ്രണ്ട്സ്? നമ്മുടെ പൂവ് ഇവിടെ റെഡിയാണ്. കുറെ പൂവുണ്ട്. നമുക്ക് ഇനി 10 മിനിറ്റ് നമുക്ക് ഡിസൈൻ നോക്കാനൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ലാസ്റ്റ് സമ്മാനം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഇപ്പൊ പപ്പ പറഞ്ഞപ്പോഴാണ് അറിയണത്. പൂവ് ഇത് എത്ര വാങ്ങിയത് 50-50 എടുക്കാം. അതല്ല അവർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും പറിക്കണമെങ്കിൽ അത് പറിക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഡിസൈൻ സെലക്ട് ചെയ്തോണ്ടിരിക്കാണ്. കിട്ടിയോ? ഡിസൈൻ കിട്ടിയില്ല. കിട്ടി ഫ്രണ്ട്സ്. ഇത് നടുക്ക് വെക്കാനുള്ള താമര കേട്ടോ. 2 താമര ഉണ്ട്. വാങ്ങി അവിടെ വെച്ചത്. ഇത് ശരിക്കും അവര് ചെയ്യേണ്ട ജോലിയാണല്ലേ? ആണ്, ഓലെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത് ഒന്ന് ഡെമോ കാണിച്ചു കൊടുക്കല്ലേ. ഇവര് ഇവിടെ സെപ്പറേറ്റ് ഇല കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ അതിന്ന് എടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ ഇല പറിക്കാം. വേണമെങ്കിൽ മതി. എന്താ ഇവരന്തം വിട്ടിക്കാണ്. കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങളൊരു ഓണപ്പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങക്ക് പാടി ഷൂട്ട് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വ്ളോഗിൽ അത് ഇറക്കുന്നതാണ് ആ സോങ്. പാട്ട് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഫ്രണ്ട്സ്, ഞങ്ങള് അങ്ങനെ ഡിസൈൻ വരയ്ക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് ക്യാപ്പ് ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടണം. വട്ടം വരയ്ക്കാൻ അങ്ങനെ അറിയില്ല ഗൈസ്. ട്രൈ ചെയ്തു. വരയ്ക്കലൊക്കെ കഴിഞ്ഞു. വരച്ചതിൽ ഏറ്റവും വെച്ച മുന്നേന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ വരച്ച ശരിയിട്ടില്ല. അവിടെ വരയ്ക്കാൻ ഇടാൻ തുടങ്ങിയോ ഫ്രണ്ട്സ്? അപ്പൊ പൂവിടാൻ പോവാണ്. എല്ലാവരും വരച്ചു. പൂവ് ഞങ്ങൾ ഷെയർ ചെയ്താണ് ഫ്രണ്ട്സ് എടുക്കണത്. അപ്പൊ ആദ്യം 50-50 ആക്കി തരാട്ടോ ഞാൻ പൂക്കളൊക്കെ. അതെ, ദേവു പറയണത് ദേവു ആദ്യമായിട്ടാണ് ഇടുന്നതെന്ന് ശീലല്ലാന്ന്. പക്ഷെ മുന്നേ പറയണത് മുന്നേ ആദ്യമായിട്ടാണ്. സത്യം, രണ്ടാളും ആദ്യമായിട്ടാണ്.
പൂക്കളത്തെ കുറിച്ച് 2 വാക്ക് പറയണം. ഈ പൂക്കളോ? ഈ പൂക്കളെ ഭാവിയിൽ എന്താകുമെന്നും പറയണം. ഇത് ഞാൻ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ പറയേണ്ട കാര്യമല്ല. ഭാവിയെ കുറിച്ചാണ് ചോദിച്ചത്. പൂക്കളത്തിന്റെ ഭാവിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താ ഇതെന്തായി തീരും? പൊളിഞ്ഞു നോക്ക്. ഇത് എന്തായി തീരുന്നല്ല ഇതുണ്ടോ? ഇല്ല, ഇത് മറ്റേ ദേവു ചിത്രം ഒന്നും നോക്കണില്ല. നോക്കാതെ അല്ല ഉണ്ടാക്കണേ. അല്ല, ചിത്രം നോക്കിട്ട് കാര്യമില്ല. ഇത് എനിക്ക് സ്റ്റാർ ആയിട്ടാ തോന്നുന്നു അല്ലേ? സ്റ്റാറും അല്ല. Sasariri mama papa riri mama papa nini mama papa nini sa 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 ni da pa ma ga re ma pa pa mama pa pa ma pa da ni da pa ma ga re ga sa re ma pa pa mama pa pa ma pa sa ni da pa. സംശയം എന്താണ്? മത്സരമാണ് രണ്ടുപേരും. മത്സരം ടൈം ഉണ്ട് ഇതിന്? ഇല്ല, ടൈം ഒന്നുമില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞാൻ ജഡ്ജസ് ഞാൻ ഇത് പറയാം. ദേവ് തോറ്റു. ദേവോട് നിർത്തി പോകാനല്ലോ. ഇവര് മാറിയിടാണല്ലോ. ചെയ്തോട്ടോ. ഓൺ തലക്കിട ലാസ്റ്റ്. അങ്ങനല്ല, പൂവെടുത്ത് കൈ തന്നതുകൊണ്ട് കൊളായി. ഞാൻ അങ്ങനെ പുച്ഛിക്കൊന്നും അവസാനം ഇതിന്റെ അവസാനം എന്താ നമുക്ക് ഊഹിക്കാൻ പറ്റും? ഒന്നും വേണ്ട. ഇവിടെ ഈ കള്ളി ആ കള്ളി കൂടെ നോക്കി താമരയും കൂടെ വെച്ചിരുന്ന് വൻ വെറൈറ്റിയോ. ഇത്രയും പൂ കളഞ്ഞ് ഇതിന് വേറാക്കി വിൽക്കാനും പോലും പറ്റൂല. ഇനി ഇവിടെ ഒരു വരട്ടിന് എന്തിനാണ്? ഇതാ ഇവിടെ ഒരു വരട്ടിന് വരയിട്ടോ. Mare sa pa pa mama pa 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 ri ma pa 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 ni da pa 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 mama pa 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 ri ma pa 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 ni da pa sa 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 ni ni sa 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 ni sa 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 mare sa 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 ni ni sa 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 ni sa 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 ni da pa ma ga re pa pa mama pa 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 ma pa da ni da pa ma ga re ga sa re ma pa pa mama pa 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 ma pa sa ni da pa ma ga re ga sa sari magari re ma pa ni da pa ma pa ni sari magari sani da pa ma ga re ma pa pa ma ma pa pa ma pa ni da pa ma ga re ga sa re ma pa പരത്തി വെച്ചോ. ഇവിടെ കുറച്ച് പരത്തിയാണ്. പൂ ബാക്കി വന്നതേ ആദിമോന്റെ വീട്ടിൽ കൊണ്ടുപോവാ. നാളെ അവിടെ പൂവിടാം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അവിടെ ഇടാം. അല്ല, അത് നാളത്തേന് വാടിപ്പോയാലോ. ഫ്രണ്ട്സ്, അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞില്ലേ? ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേർക്കും. ഞാൻ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്, ചെറുതായിരുന്നു. അപ്പം പപ്പനോട് പറയണില്ല നമ്മള് ഇത് ആരൊക്കെയാണ് ഇട്ടത് നമ്മൾ പറയില്ല. ഏത് പൂക്കൾ ആരിട്ടതാന്ന് പറയണ്ട. പൂവ് കൊറേ ബാക്കിയുണ്ട്. അപ്പം കൊറേ ബാക്കി ഞങ്ങൾ ജസ്റ്റ് തികയുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടോ. പക്ഷെ തികയുണ്ട്. മോളെ ആദ്യമേ ഞങ്ങൾ അസിസ്റ്റന്റ് ആണ്. പോയി എടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതെ, ഞാനാണ് എടുത്തത് കേട്ടോ. ായിരുന്നു. പക്ഷെ എന്റെ കുറച്ച് വലുതോ ഇത് കുറച്ച് ചെറുതായി പോയി. അപ്പൊ ഇതിന്റെ ആ ഒരു രണ്ടൊരു ഒരേ സൈസിലെത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലുതാക്കാണ്. ഹായ്, നല്ല രസമുണ്ട്. ഇതും രസമുണ്ട്. ഇപ്പൊ നമുക്ക് കൺഫ്യൂഷനാണ് ഇതിൽ ഏതാണ് കൂടുതൽ ഭംഗി. നേരത്തെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് തന്നെയായിരുന്നു കൂടുതൽ ഭംഗി. ഇപ്പൊ കൺഫ്യൂഷനായിട്ടോ, സത്യത്തിൽ കൺഫ്യൂഷനായി. പക്ഷെ എന്റെ ഒരു ഇത് വെച്ചിട്ട് ബോർഡറിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഒന്നുകൂടെ കൊടുക്കണം. വേണ്ട, ധാരാളം നീ കോളാക്കണ്ട. ഇതില് ഓറഞ്ച് കുറവാണ്, ഇതില് വൈറ്റ് ആണ് കൂടുതൽ. മറ്റേത് ഓറഞ്ച് ആണ് കൂടുതൽ. അല്ല, നേരത്തെ നിനക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ പറയുന്നത് ഇവരാണ് ജയിക്കണത് എന്ന്. ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടോ, ഇതാണോ അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ പപ്പ താഴത്തേക്ക് വന്നിരിക്കുന്നു. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. റെഡി ആക്കിക്കൊണ്ടിരിക്കാണ്. ആണോ? ഞാൻ പേപ്പറെ കണ്ടോളൂ. ഇത് വലിയ പൂക്കളാണ്. ജഡ്ജ് വന്നിരിക്കുന്നു. അർജുൻ ജഡ്ജ്. അല്ല, ഇതല്ല, ഇതൊന്ന് ജഡ്ജ് ഇവനൊന്ന് പറഞ്ഞതാണ് ജഡ്ജായി. റെഡിയാണ്. ഇത് നമ്പർ ഉണ്ടോ? അത്
ടഫ് കോമ്പറ്റീഷൻ ആണെന്ന് പറയാം. ആണോ? അല്ല, ഞങ്ങൾക്ക് ആദ്യം ഒരു അഭിപ്രായമായിരുന്നു, പിന്നെ ഞങ്ങൾ അഭിപ്രായം മാറിയത്. അല്ല അർജുന, മാറിയിട്ടില്ല, പിന്നെ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. നിങ്ങളും നിങ്ങളെ അഭിപ്രായം പറ, ആരതാന്ന് എന്നോട് പറയണ്ട. എന്നിട്ട് മൂന്നാമത് ഞാൻ പറയണ അഭിപ്രായം ഭൂരിപക്ഷത്തിൽ വരുമല്ലോ. ഇത് വലുപ്പം കൊണ്ടതാണ് വലുത്. പൂവ് എല്ലാവരും ഒരേപോലെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തോട്ട് വന്നു സംഭാരം. ഇതില് അത്യാവശ്യം വലുപ്പമുണ്ട്, അത് കുറച്ച് ചെറുതാണ്. അത് ഇതിപ്പോ എന്താ പറയാ, ഒറ്റ നോട്ടത്തില് ഇഷ്ടപ്പെട്ടത് അതാണ്. രണ്ടാമത് നോക്കുമ്പം എന്റെ അഭിപ്രായം കേട്ടോ, അതേ പറഞ്ഞ 3 പേരെ അഭിപ്രായം കൂട്ടാന്ന് പറഞ്ഞു. അതെ, അല്ല അത് കുറച്ചൊരു ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഒരു ഇതിനകത്ത് പക്ഷെ കുറെ പൂക്കൾ ഇട്ടിട്ടുണ്ട്, കുറെ. പിന്നെ എൻ്റെ എന്താ പറയുക, എനിക്ക് കൂടുതലും ഈ മഞ്ഞേനേക്കാളും ഇഷ്ടം ആ ഇതാണ്, ഓറഞ്ച് കളറാണ്. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ മഞ്ഞേൻ്റെ കളറ് ആണ് കൂടുതൽ. ഞാൻ പറയുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിടാവും നല്ലത്. അതാണ്. അപ്പം അഭിപ്രായം വന്നില്ലേ? അപ്പൊ പപ്പയ്ക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ്. കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊക്ക് ഒന്നുകൂടെ അട്രാക്ഷൻ മീൻസ് ആ കളറിൽ അട്രാക്ഷൻ തോന്നിയത് അതാണ്. പക്ഷെ ഡിസൈൻ കൂടുതൽ ഇതാണെന്നാ പറഞ്ഞത്. ഡിസൈൻ വെച്ചിട്ടാണ് കളറിൽ അതാണ് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം, ഇതിലേതാ. 1/2 മണിക്കൂർ വോട്ടിംഗ് ആണ് അല്ലേ ഏട്ടയെ? ഒരു 15 മിനിറ്റ് വോട്ടിംഗ്. 100 വോട്ട് കിട്ടി അപ്പൊ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് DD ബ്ലോഗ് തന്നെ നമ്മള് ഇലക്ഷൻ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ടേ ദിയമോക്ക് എന്ന് പറഞ്ഞാല് ദിയമോക്ക് നല്ല എനർജി ആയിട്ട് ദിയമോള് പൂക്കളെ ഇടാൻ സഹായിച്ചു അല്ലേ? പൂവിടാൻ സഹായിച്ചു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ DD വ്ളോഗ്സിൽ വോട്ടിങ്ങിന് ഇടാൻ പോവുകയാണ്. നമ്മുടെ 2 പൂക്കളം 1 2 ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ 15 മിനിറ്റ് സമയമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 15 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പൂക്കളം നമുക്ക് വിജയിപ്പിച്ചു കൊടുക്കാം. 10 വോട്ട് ഇതുവരെ വന്നിരിക്കുകയാണ്. എത്ര മിനിറ്റ്? 2 മിനിറ്റ്. എത്ര മിനിറ്റ്? ഇല്ല, 1 മിനിറ്റ് ആയിട്ടുള്ളൂ. 1 മിനിറ്റിൽ 10 വോട്ട് ആയിട്ടുണ്ട് നമുക്ക്. ഞാൻ DD വ്ളോഗ്സിൽ പിന്നെ പൂക്കളം 22 വോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 86% പൂക്കളം മണ്ണിനാണ് കൊണ്ടുവരുന്നത്. ആണോ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ വിജയിനെ പ്രഖ്യാപിക്കാൻ പോവാണ്. അതെ, വോട്ടിംഗ് സബ്സ്ക്രൈബേഴ്സ് തന്നെയായിരുന്നു. 15 മിനിറ്റ് ആണ് ഞാൻ വോട്ടിംഗ് ഇട്ടിരുന്നത്. 15 മിനിറ്റ് ആകാൻ പോകണുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ 1 മിനിറ്റ് കൊണ്ടൊന്നും സംഭവിക്കാൻ പോണില്ല. 1 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. അപ്പം 100 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. 100 പേര് വോട്ട് ചെയ്തതിൽ 92% പൂക്കളം 1-നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 8% മാത്രമാണ് പൂക്കളം 2-ന് കിട്ടിയിരിക്കുന്നത്. ചേട്ടായി 2 അല്ലേ പറഞ്ഞിരുന്നത്? അപ്പൊ പൂക്കളം 1 വിജയായി പ്രഖ്യാപിച്ചു. ഇതിപ്പോ ആരാണ് പൂക്കളം 1 എന്ന് എനിക്ക് അറിയില്ല. ചെറിയൊരു ഗസ് മാത്രമേ ഉള്ളൂ. ഗസ് ഉണ്ടോ? ഗസ് ഇപ്പൊ മുഖഭാവമൊക്കെ കാണുമ്പോൾ ഒരു ഗസ് ഉണ്ടോ? നിങ്ങൾ അപ്പുറം നിക്ക, എന്നിട്ട് പൂക്കളം 1 സെലക്ട് ചെയ്തേക്കണേ. ആ ആള് കൈവന്നിക്ക. പൂക്കളം 1 ആള് കൈവന്നിക്ക. ആ കൈവന്നിക്കെന്ന് വെച്ചാൽ പപ്പേന്റെ കൈവന്നിക്ക. ഇപ്പോഴാണ് പപ്പ അറിയാൻ പോകുന്നത് ഇത് ആരാ ഇട്ടത് എന്നുള്ളത്. ഓക്കെ, റെഡി? 1 2 3 വോട്ടില് 97 വോട്ടത്തിനും 3 വോട്ടായിരുന്നു. എന്നാലും എന്റെ പ്രേക്ഷകരെ ദയവ് ഇട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഈ ഓറഞ്ച് ഇല്ലാത്തപ്പോ കാണുന്നു. ഞങ്ങൾ തന്നെ പറഞ്ഞു അതിനില്ലാന്ന്. അത് കിട്ടൂലെന്ന് ഉറപ്പാ. ഓറഞ്ച് അതും എന്റെ ഒരു പോടെ. 2 കൂട്ടറുകളും. സാധനമുണ്ട്, കൂപ്പൺ ഉണ്ട്. എന്താണ് കൂപ്പൺ? അയ്യോ,
ഫ്രണ്ട്സ് കക്കാടംപൂരിലുള്ള ഒരു വാട്ടർ തീം പാർക്കാണ് സ്കൈ വേവ് പറഞ്ഞിട്ടൊരു പാർക്കാണ് കുട്ടികളുടെ. അവിടെ അൺലിമിറ്റഡ് റൈഡ് ആണ് 1ാം വയസ്സിൽ ചെയ്യുന്ന. പിന്നെ 2ാം സമ്മാനക്കാരത്ര ബുദ്ധിമുട്ടിയത് കൊണ്ട് 2ാം സമ്മാനവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാങ്ങോ എന്താ നോക്കൂ. ഇത് തന്നെ ഫ്രണ്ട്സ്, സെക്കൻഡ് പ്രൈസ് ഇതാണ്. അൺലിമിറ്റഡ് അല്ല, ഞങ്ങൾക്ക് രണ്ടുപേരും. അവർക്ക് ഇവര് പിന്നെ കറങ്ങുമ്പോ നിങ്ങൾ അവിടെ നോക്കി നിക്കണം കുറച്ചു നേരം. രണ്ടുപേർക്കും ഓണം ബമ്പർ അടിച്ചിരിക്കുന്നു. 4 പേർക്കും. ഓക്കെ, ഹാപ്പി അല്ലേ എല്ലാരും? അപ്പൊ പൂക്കളം ഇട്ടത് മുതലായി അല്ലേ? മുതലായി. വെക്കേഷന് നമുക്കൊരു ട്രിപ്പ് പോവും അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹൈഫ ആൻഡ് ജയമോൾ ടീം വിജയിച്ചിരിക്കുന്നു. സെക്കൻഡ് പ്രൈസോടെ ഞങ്ങളും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൊടുത്താൽ മറക്കരുത്. അപ്പം 30 വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും പൊന്നോണം